കണ്ണൂർ ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു. കണ്ണൂർ 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ 52,635 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാരിനായെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. കണ്ണൂർ ജില്ല അതിദാരിദ്ര്യമുക്തമായതായി വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ നാട്ടിൽ ക്ഷേമമുണ്ടാക്കാൻ, വികസനം ഉറപ്പുവരുത്താൻ, നാട്ടിലെ അതിദരിദ്രരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മത്സരം. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. എന്താണ് കേരളമെന്നും എങ്ങനെ കേരളം വ്യത്യസ്തമായിരിക്കുന്നുവെന്നും സ്വന്തം നാടിന്റെ അനുഭവത്തെ മുൻനിർത്തി അവരെഴുതിയ ഒരു വാചകം ഇതാണ്. ഞങ്ങൾ ഇതെല്ലാം കണ്ട അക്ഷരാർത്ഥത്തിൽ വാ പൊളിച്ച് അത്ഭുതപ്പെട്ടു നിന്നിട്ടുണ്ട് എന്നാണ്. ഒരു വാചകം മാത്രം ഞാൻ ഉദ്ധരിച്ചാൽ എങ്ങനെ വ്യത്യസ്തമാവുന്നു കേരളം എന്ന് അവർ പറയുന്നതാണ്. കണ്ണ് തള്ളിയും വാ പൊളിച്ചു, അതാണ് ഞങ്ങൾ നിന്നു. അവര് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ 2 ഗവേഷകരാണ്. അപ്പൊ അതാണ് ശരിയായ കേരള സ്റ്റോറി. ഇവിടെ 2 ജില്ലാ പഞ്ചായത്തുകൾ തമ്മിൽ കഠിനമായ മത്സരമാണ്. ജില്ലാ അഡ്മിനിസ്ട്രേഷനുകൾ തമ്മിൽ മത്സരമാണ്. ആ മത്സരം ഈ കാര്യത്തിലാണ്. ഇതേപോലെ എല്ലാ കാര്യത്തിലുണ്ട് മത്സരം. മാലിന്യമുക്തമാക്കുന്നതിൽ ഈ മത്സരമുണ്ട്. ഡിജിറ്റൽ സാക്ഷരത ആദ്യം കൈവരിക്കുന്നത് ഈ മത്സരമുണ്ട്. അപ്പൊ നമ്മുടെ മുൻഗണനകൾ വേറെയാണ്. കേരളത്തിന്റെ മുൻഗണനകൾ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ജനങ്ങൾക്ക് എങ്ങനെ ക്ഷേമം ഉറപ്പുവരുത്താം, നാട്ടിൽ എങ്ങനെ വികസനം ഉറപ്പുവരുത്താം, എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം മനുഷ്യരുടെ ജീവിതത്തെ, അതാണ് നമ്മുടെ മുൻഗണന. അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് കണ്ണൂരുകാരുടെ പരാതിക്ക് ഞാൻ ഒരു തെറ്റും പറയില്ല. പരിഭവത്തിന് അതൊരു ആരോഗ്യകരമായ മത്സരത്തിൻ്റെതായിട്ട് കണക്കാക്കേണ്ടതുള്ളൂ. ഇനി ഏതാനും ആഴ്ച കൊണ്ട് ആര് മുമ്പിലെത്തിയെന്നുള്ളതിന് പ്രസക്തിയില്ല. അതെ, കണ്ണൂരുകാർ തന്നെയാണ് മുമ്പിലെത്തിയത് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇന്ത്യയിൽ ആദ്യമായൊരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ 2021 ഈ ഗവൺമെന്റ് അധികാരമേറ്റപ്പോ ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനം, എന്താണ് പ്രത്യേകത? ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗം, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നേരെ സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിമാർ പോയി ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ ഒന്നാമത്തെ തീരുമാനം. അത് കാണിക്കുന്നത് തന്നെ ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ് എന്നാണ്. ആരോടാണ് ഗവൺമെന്റിന് പ്രതിബദ്ധത എന്നാണ് ഇത് കാണിക്കുന്നത്. 1991 ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളം ഇതാ 2025 ആഗസ്റ്റ് 21 ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചുകൊണ്ട് പുതിയൊരു ചരിത്രം കൂടി രചിക്കാൻ പോകുന്നു. 21,87,000-ത്തിലധികം ഡിജിറ്റൽ നിരക്ഷരരെ കണ്ടെത്തിയിട്ടാണ് അവരെ മുഴുവൻ വോളണ്ടിയർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിച്ചത്. 21,87,000 പേരെയാണ് ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിച്ചത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വകുപ്പുകളാകെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ അതിന് നിർണായകമായ നേതൃത്വം കൊടുത്തു. കുടുംബശ്രീ വഹിച്ചിട്ടുള്ള പങ്കും എടുത്തു പറയേണ്ടതാണ്. കുടുംബശ്രീ കേരളത്തിന്റെ അഭിമാനമാണ്. ആ കുടുംബശ്രീ അവരുടെ വലിപ്പത്തിനനുസരിച്ച, അവരുടെ പ്രാധാന്യത്തിനനുസരിച്ച നിർണായക പങ്കാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി, അങ്ങേയറ്റത്തെ അഭിമാനത്തോടു കൂടി കണ്ണൂർ ജില്ല ഈ നേട്ടം കൈവരിച്ചതായിട്ട് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടി അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കുന്നു. അത് ഏറ്റവും ഭംഗിയായിട്ട് കണ്ണൂർ ജില്ല നിർവഹിച്ചിട്ട് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മെമ്പർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാ ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നേ അവസരത്തിൽ മാനദണ്ഡങ്ങളുണ്ട്. ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ കഴിയാത്ത ആളുകൾ, മനുഷ്യൻ അതിദരിദ്രനാണോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നത്. പ്രദേശത്തും ബീഹാറുണ്ട്. അത് 25% നമ്മളെപ്പോഴും പറയാറുണ്ട്. ജനാധിപത്യ പരിപൂർണ്ണ അത് പോകട്ടെ. പക്ഷേ അതേ കണക്കെടുപ്പ്